മുട്ടയിടും. കൊടിയേറി മക്കളെ അങ്ങോട്ട് നോക്കണ. ഒറ്റ വാക്കി പറഞ്ഞല്ലേ, ഈ പടം കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടമാണ്. സിനിമേസ് അടിപൊളി. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ട നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള പഴയ കാലഘട്ടമല്ലേ ഓർമ്മ. ഇത് കണ്ടില്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന, സിനിമ എന്ന കലയെ സ്നേഹിക്കുന്നവര് കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടം തന്നെയാണ്. സത്യമാണെന്നാണ് പറയല്ല. ഈ സിനിമ കണ്ടത് നഷ്ടം തന്നെ ഉണ്ട്. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. മമ്മൂക്കനെ പറയാനൊരു രക്ഷയില്ല. ഇതൊക്കെ എന്ത് തകർത്ത് വാരി എന്ന് വെച്ചാല് ഒരു കാരണവശാലും OTT കാണരുത്, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എന്ത് പേടിക്കാൻ? ഏതായാലും ഇന്നൊരു സുദിന പിള്ള സാറേ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? തീർച്ചയായും. മമ്മൂക്ക തകർത്തു, അർജുനോത്സവൻ, സിദ്ധാർത്ഥ, ഇതൊന്നും പറയാനില്ല. അതുപോലത്തെ പടം, ഇടിപ്പം പടം. എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതാ ഭംഗി കൂടുതൽ. മമ്മൂക്കനെ ഇട്ടിച്ചു കളഞ്ഞു. മലയാള സിനിമയിൽ തന്നെ ഇതുപോലൊരു സിനിമ അതിന് മുമ്പ് കണ്ടിട്ടില്ല. ഗംഭീര പറയുള്ളൂ. മമ്മൂക്കാന്റെ പെർഫോമൻസ് തന്നെയാണ്. മമ്മൂക്ക മാത്രല്ല, അർജുനോത്സവനും സിദ്ധാർത്ഥൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. മലയാള സിനിമയിൽ തന്നെ ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോലും ഇത്രയും ത്രില്ലടിച്ച ഒരു സിനിമ നമ്മള് ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. അത്രയും വെയിറ്റ് ചെയ്തൊരു സിനിമയാണിത്. അല്ലാതെ നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ശരിക്കും അടിച്ചോളൂ, ഗംഭീര പടം. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഏട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മികച്ച മമ്മൂക്കയുടെ അതിമികച്ച ഒരു കഥാപാത്രം തന്നെയാണ്. 2024 ഒരു അവാർഡ് നിർണയത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇത് കൂടെ എന്താ വേണ്ടേ? പറയാനില്ല, ഞങ്ങള് പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്താണ്. പടം പിടുത്തം കൊള്ളാല്ലടാ. ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ്. അർജുനോത്സവനും സിദ്ധാർത്ഥനും എല്ലാവരും, നമുക്ക് എല്ലാവരും ആരുമില്ല മോശമായിട്ടില്ല. ഭയങ്കര അഭിമാനം തോന്നുന്നു. എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.